പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 4-ാം തീയതി വലിയ ശനിയാഴ്ച. നമ്മുടെ മാമോദീസാവ്രത നവീകരണങ്ങളെ ഓർക്കുന്ന ദിവസം. ആദിമ ക്രൈസ്തവരുടെ ചൈതന്യത്തോടുകൂടെ മാമോദീസായിൽ സ്വീകരിച്ച ആത്മാവിൻ്റെ അഭിഷേകം നിറയാനായി പ്രാർത്ഥിക്കുന്ന ദിവസം. ഒപ്പം ഈസ്റ്ററിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് ഒരുങ്ങാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കേണ്ട ദിവസം. മത്തായി സുവിശേഷം 27-ാം അധ്യായം 66-ാം വചനം ഇന്ന് ധ്യാനിക്കാം. അവർ പോയി കല്ലിന് മുദ്ര വെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി. ഈശോ ജീവിച്ചിരുന്നപ്പോൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് താൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. കൂടെ നിന്നിരുന്ന അപ്പോസ്തലന്മാർക്ക് അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ശത്രുക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പ്രധാന പുരോഹിതന്മാരും ഫരിസയരും അത് ശ്രദ്ധിച്ചിരുന്നു. നമ്മെ മിത്രങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ശത്രുക്കളാണെന്ന് ധ്യാനിക്കാനുള്ളൊരു ദിവസമാണ്. മിക്കവാറും അപകടസന്ധികളിൽ സഹായം കടന്നു വരുന്നതും അവർ വഴി തന്നെയായിരിക്കും. കർത്താവേ, അങ്ങ് നൽകിയിട്ടുള്ള ബുദ്ധിയും ജ്ഞാനവും തിന്മ നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാതെ എല്ലാവർക്കും നന്മ വരുത്താൻ വേണ്ടി ഉപയോഗിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.